Hello dears, welcome back to Newtons. അങ്ങനെ നമ്മൾ ഇന്ന് അക്കൗണ്ടൻസിയിലെ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അഥവാ AFSലെ കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അക്കൗണ്ടൻസി വിത്ത് AFS പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ദെൻ CA കാർക്ക് വേണ്ടിയിട്ടുള്ളത്, അതായത് അക്കൗണ്ടൻസി വിത്ത് CA കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പഠിക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള ക്ലാസ്സസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് AFSന് വേണ്ടിയിട്ടാണ് കേട്ടോ, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, യെസ്. അപ്പോൾ മക്കളെ, ബിഫോർ മൂവിംഗ് ടു ദ ക്വസ്റ്റ്യൻസ്, നമുക്കറിയാം 40 മാർക്സിനാണ് നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ. 40 മാർക്സിനാണ് ഇവിടെ നിന്ന് നിങ്ങളോട് AFSന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അക്കൗണ്ടൻസി 40 മാർക്ക് പ്ലസ് 40 മാർക്ക് കേട്ടോ. അപ്പൊ രണ്ടും ഒരേപോലെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, യെസ്. അപ്പൊ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് 1 മാർക്കിന്റെ ചെറിയ ക്വസ്റ്റ്യൻസിൽ നേരെ വലിയ വലിയ പ്രോബ്ലത്തിലേക്ക് കടക്കാം. എടാ, ഇതൊരു ABCD ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് മീൻസ്? കണ്ടോ, ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ്, ഷെയർസിന്റെ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഇഷ്യൂ ഓഫ് ഷെയർസ് മോർ ദാൻ ഇനീഷ്യലി പ്ലാന്റഡ്, ഇനീഷ്യലി പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുക. ഓർ ഡിമാൻഡ് ഫോർ ദ ഷെയർസ് എക്സീഡ്സ് ദാൻ ദ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ, ഡിമാൻഡിങ് ഫോർ ദ ഷെയർ ഇഷ്യൂ ഓഫ് ഫ്യൂവർ ഷെയർസ് ദാൻ ഇനീഷ്യലി പ്ലാന്റഡ്, ഇനീഷ്യലി പ്ലാൻ ചെയ്തതിനേക്കാൾ കുറവ് ഫ്യൂവർ ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ആൻഡ് വെൻ ദ ഇഷ്യൂ പ്രൈസ് ഇസ് സെറ്റ് എബവ് ദി ഫേസ് വാല്യൂ എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമുക്കറിയാം കറക്റ്റ് ആൻസർ വന്നത് ഡിമാൻഡ് ഫോർ ദ ഷെയർസ് എക്സീഡ്സ് ദാൻ ദി നമ്പർ ഓഫ് ഷെയർ ഇഷ്യൂഡ് എന്നുള്ളതാണ് അല്ലെ. യെസ്. അപ്പൊ വാട്ട് യു മീൻ ബൈ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഡിമാൻഡ് ഫോർ ദ ഷെയർസ് exceeds the number of shares issued. Okay, clear? Yes. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. There are two statements, assertion A and reason R. Okay, ഇവിടെ assertion A എന്നും reason R എന്നും രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. assertion എന്താണ് അവിടെ മീൻ ചെയ്യുന്നത്? Forfeited shares can be reissued at a discount. Forfeited shares എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഈ forfeited shares can be reissued. Forfeited shares നമുക്ക് എന്ത് ചെയ്യാമെന്നാ പറയുന്നത്? റീഇഷ്യൂ ചെയ്യാം അറ്റ് എ ഡിസ്കൗണ്ട്, ഒരു ഡിസ്കൗണ്ടിൽ റീഇഷ്യൂ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. Then reissuing forfeited shares at a discount is often attract new investors. എന്തുകൊണ്ടാണ് റീഇഷ്യൂ ചെയ്യണം എന്ന് പറയുന്നതിന്റെ റീസൺ ഇവരുടെ മെൻഷൻ ചെയ്യുന്നത് in order to attract the new investors and ensure that the shares are sold. ഇതാണ് ഈ പറയുന്ന പോയിന്റ്. The question is both the correct options from the following. നോക്ക, ഇവിടെ നിങ്ങളോട് കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ്. Both assertion A and reason R are correct. Both assertion A and reason R is incorrect. And assertion A is correct but the reason R is incorrect. Assertion A is incorrect but the reason R is correct. Okay, അപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നാം ഏതാണ് എന്നുള്ളത്. അപ്പോൾ ഏറ്റവും സ്ട്രാറ്റജിക്കലി നമുക്കിത് എങ്ങനെ മൂവ് ചെയ്യാം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഈ ക്വസ്റ്റ്യൻ വായിക്കാം, ദെൻ അസേർഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യം മനസ്സിലാക്കാം, ദെൻ റീസൺ എന്നുള്ളത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. സോ ബോത്ത് ദി അസേർഷൻ എ ആൻഡ് റീസൺ ആർ കറക്റ്റ് അല്ലേ. നമുക്കറിയാം ഇപ്പൊ ഫോർഫീറ്റഡ് എന്നതുകൊണ്ട് അല്ലെങ്കിൽ റീഇഷ്യൂ ചെയ്യുക എന്നത് അറ്റ് ഡിസ്കൗണ്ടിൽ റീഇഷ്യൂ ചെയ്യണം എന്ന് പറയുന്നതിന്റെ റീസണും ഈ പറഞ്ഞത് തന്നെയാണെന്നുള്ളത് നമുക്കറിയാം. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓക്കെ ആണേ? യെസ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Debentures which are secured by a charge on the assets of a company are called. Debentures which are secured by a charge on the assets of a company are called. Secured debentures ആണോ, unsecured debentures ആണോ, convertible debentures ആണോ, bearer debentures ആണോ? മക്കളെ, ഇവിടെ ഡിബഞ്ചേഴ്സ് എന്ന ടോപ്പിക്കില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പഠിച്ചതാണ് അല്ലെ. ഇതിന്റെ ഓരോ ക്ലാസിഫിക്കേഷന്റെയും ഡെഫിനിഷൻ ഓർ മീനിങ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാലാണ് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ ഏത് ഡിബഞ്ചേഴ്സ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇപ്പൊ തന്നെ നമ്മൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക എന്ന് ഞാൻ ഇൻ ഷോർട്ട് ആയിട്ടൊന്ന് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓവർ സബ്സ്ക്രിപ്ഷൻ, വേഗം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഒരു പക്ഷെ പഠിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം, നേരെ ആ സബ്സ്ക്രിപ്ഷന്റെ കേസ് എടുക്കണം. ഓരോ കേസസും കൃത്യമായിട്ട് നോക്കുക. അടുത്ത ഫോർഫീറ്റഡ് ഷെയർസ് റീഇഷ്യൂ ചെയ്യുന്നത് അറ്റ് ഡിസ്കൗണ്ട്, അതിന്റെ ജേർണൽ എൻട്രീസ് ഉൾപ്പെടെ നോക്കുക. ദെൻ അടുത്ത് നമ്മൾ പറഞ്ഞതാണ് ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചേഴ്സിന്റെ ഏരിയ എടുക്കുക, അവിടെ നിന്ന് കവർ ചെയ്യേണ്ട എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യുക. ആ ഒരു രീതിയിലാണ് പഠിക്കേണ്ടത് കേട്ടോ. നമുക്കിവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ആണ് കേട്ടോ. എന്താണ്? സെക്യൂർഡ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മൂൺ ലിമിറ്റഡ് ഇഷ്യൂഡ്
10,009% debentures of 100 each at a premium of 5%. 10,009% debentures of 100 each at a premium of 5% ആണ് പറയുന്നത്. Redeemable at a premium of 10%. Loss on issue of debentures account will be debited by A, B, C, D. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. പ്രോബ്ലമാറ്റിക്കലി നമ്മൾ ചെയ്ത് നോക്കണം എത്രയാണ് ആൻസർ കിട്ടുന്നത് എന്നുള്ളത്. ഡയറക്റ്റ് ആയിട്ട് മൂൺ ലിമിറ്റഡ് ഇഷ്യൂ ചെയ്തത് 10,009% ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച് 100 എണ്ണമാണ്, പ്രീമിയം 5%, റെഡീമബിൾ അറ്റ് എ പ്രീമിയം ഓഫ് 10% എന്നാണ് പറയുന്നത്. എത്രയാണ് കറക്റ്റ് ആൻസർ വരുന്നത് നമുക്കറിയാം അല്ലെ. ആൻസർ വിൽ ബി ഇവിടെ നമ്മളോട് നോക്കിയേ 1 lakh ആണ് നമുക്ക് വരുന്ന ശരി ഉത്തരം. യെസ്, അടുത്ത ദിവസം നോക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് വിൽ റിസൾട്ട് ദ ഫ്ലോ ഓഫ് ക്യാഷ്? വിച്ച് വിൽ റിസൾട്ട് ദ ഫ്ലോ ഓഫ് ക്യാഷ്? അതാ ക്യാഷ് ഫ്ലോനെ റിസൾട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്നാണ്. ഒന്ന്, ഇഷ്യൂ ഓഫ് 9% ഡിബഞ്ചേഴ്സ് ഓഫ് 1 lakh ടു ദ വെൻഡർ ഓഫ് ദ machinery, cash received from the debtors amounting rupees 60,000, redeemed 10% debentures by converting to the equity shares, cash proceeding from issuing shares 70,000 എന്നുള്ളതാണ്. Choose the right one, which means cash flow. Cash flowയെ കാണിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ഈ പറഞ്ഞതിൽ നിന്ന് വേഗം ഒന്ന് ചൂസ് ചെയ്തേ. വേഗം ക്യാഷ് ഫ്ലോ ഓഫ് ക്യാഷിന് റിസൾട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ബി ഒള്ളി ആണോ, ബി, സി, ഡി ആൻഡ് ബി ആൻഡ് ഡി ആണോ, എ ആൻഡ് ബി ആണോ? ഏതാണ് ശരി ഉത്തരം വരുന്നത്? എ, ബി, സി, ഡിയില് ഏതാണ് ശരി ഉത്തരം? വേഗം നോക്കാം. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? യെസ്, നമുക്കറിയാം ബിയും ഡിയും ആണ് ക്യാഷ് ഫ്ലോയെ കാണിക്കുന്നത് അല്ലെ. ബി എന്താ? ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ ഡെപ്റ്റേഴ്സ് എമൗണ്ടിങ് rupees 60,000 രൂപ ക്യാഷ് ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു. ക്യാഷ് പ്രൊസീഡിംഗ് ഫ്രം ഇഷ്യൂയിങ് ഷെയർസ് 70,000 70,000 ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിൽ നിന്ന് ക്യാഷ് പ്രൊസീഡിങ്സ് ആണ് അല്ലെ. റിസീവിംഗ് ക്യാഷ് പ്രൊസീഡിംഗ് ഫ്രം ഇഷ്യൂയിങ് ഷെയർസ് ഓഫ് ₹70,000 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവിടെ ആ ഒരു ഏരിയ ആണ് നമുക്ക് ക്യാഷ് ഫ്ലോ കാണിക്കുന്നത്. ദെൻ മക്കളെ വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ് റേഷ്യോ അല്ലെ. ഓരോ റേഷ്യോസും അതിന്റെ ഇക്വേഷനും അതിനെ കണക്ട് ചെയ്ത കമ്പ്യൂട്ടേഷനും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓരോ പ്രോബ്ലംസും ഓരോ റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷനും അതിന്റെ പ്രോബ്ലംസും കൃത്യമായിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. കംപ്ലീറ്റ് ദ ഫോളോയിങ് റേഷ്യോ അല്ലെങ്കിൽ ഫോളോയിങ് സീരീസ്, നോട്ട് റേഷ്യോ, ഇറ്റ്സ് എ സീരീസ്. Current ratio means a type of liquidity ratio. What do you mean by gross profit ratio? എന്താണ് gross profit ratio കൊണ്ട് ഉദ്ദേശിക്കുന്നത്? gross profit ratio is the profitability ratio. എന്താണ്? profitability ratio ആണ് gross profit ratio എന്ന് പറയുന്നത്. current ratio is the type of liquidity ratio. ഓക്കെ ആണല്ലോ പറഞ്ഞ കാര്യം? സെറ്റ് ആയിട്ട് പഠിച്ചേക്കാം. then അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ 1% കമ്പനി. എന്താണ് 1% കമ്പനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെക്ഷൻ 2 സബ്സെക്ഷൻ 26 ഓഫ് ദ കമ്പനീസ് ആക്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട് 1% കമ്പനി ആസ് എ കമ്പനി that has only 1 person has to its members അല്ലെ. അതിന്റെ മെമ്പർ ആയിട്ട് ഒറ്റൊരു വ്യക്തി മാത്രമുള്ള, ഒറ്റൊരു വ്യക്തി മാത്രം നയിക്കുന്ന, ഒറ്റൊരു വ്യക്തി മാത്രമുള്ള ഒരു കമ്പനിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 1% company എന്ന് വിളിക്കുന്നത്. ക്ലിയർ? 1% company is a company that has only 1 person as the member. മെമ്പർ ആയിട്ട് ഒറ്റൊരു പേഴ്സൺ മാത്രമുള്ള കമ്പനിയാണ് നമ്മൾ എന്ത് വിളിക്കുക? 1% company എന്ന് വിളിക്കുന്നത്. ഓക്കെ മക്കളെ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് അക്കൗണ്ടിങ് ഫോർ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അഥവാ AFSലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ജേണൽ എൻട്രീസ്. ഓരോ ട്രാൻസാക്ഷൻസും ഷെയർസ്, ഇക്വിറ്റി, പ്രിഫറൻസ് തുടങ്ങിയ ഷെയർസും, ഡിബഞ്ചേഴ്സ്, ഡിവിഡൻഡ്, പ്രീമിയം, പാർ വാല്യൂ തുടങ്ങിയ കാര്യങ്ങളെല്ലാം റിലേറ്റ് ചെയ്ത് വരുന്ന ജേണൽ എൻട്രീസ് നിങ്ങൾ എഴുതി പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. കാരണം ജേണൽ എൻട്രീസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരും. ജേണൽ എൻട്രീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, വെരി ഇമ്പോർട്ടന്റ്. എന്താണ് ഇവിടെ പറയുന്നത്? ഐശ്വര്യ ലിമിറ്റഡ് പർച്ചേസ്ഡ് എ മെഷീനറി ഫ്രം രാജ് ലിമിറ്റഡ്. ഐശ്വര്യ രാജ് ലിമിറ്റഡിന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വാല്യൂ ഉള്ള ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുന്നു. ആൻഡ് എഗ്രീഡ് ടു മേക്ക് ദ പേയ്മെന്റ് ബൈ ഇഷ്യൂയിങ്. പേയ്മെന്റ് എങ്ങനെയാണെന്ന് പറയുന്നത്? ബൈ ഇഷ്യൂയിങ് 2010% ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച്. 2000 10% ഡിബഞ്ചേഴ്സ്. എത്ര? ഓഫ് 100 ഈച്ച്, 100 എണ്ണം വീതം. അപ്പൊ മെഷീനറി രാജ് ലിമിറ്റഡിന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ എൻട്രി എന്താ വരുന്നത്? പർച്ചേസ്ഡ് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു രാജ് ലിമിറ്റഡ് 2 ലക്ഷം രൂപ എന്നുള്ളതാണ്. ദെൻ അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? എഗ്രീഡ് ടു മേക്ക് ദ പേയ്മെന്റ്. നമ്മൾ ഈ മെഷീനറിക്ക് പേയ്മെന്റ് കൊടുത്തു. എങ്ങനെ?
ബൈ ഇഷ്യൂയിങ് 2010% ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച് ആണ് അല്ലെ. അപ്പൊ രാജ് ലിമിറ്റഡിന് പൈസ കൊടുക്കുന്നത് എങ്ങനെയാണ്? രാജ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു 10% ഡിബഞ്ചേഴ്സ് എന്നുള്ളതാണ്. 2000 രൂപ പ്ലസ് 100 ഈച്ച് എന്ന് പറയുമ്പോൾ 2 lakh rupees എന്നാണ് നമുക്കിവിടെ ആൻസർ വരുന്നത് കേട്ടോ. യെസ്, നമുക്ക് നോക്കാം. കണ്ടോ, മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു രാജ് ലിമിറ്റഡ്, നമ്മുടെ ഫസ്റ്റ് എൻട്രി വരുന്ന 2 ലക്ഷം. ദെൻ ആ പേയ്മെന്റ് ചെയ്യുമ്പോൾ രാജ് ലിമിറ്റഡ് ടു 10% ഡിബഞ്ചേഴ്സ് കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞു 2000 ഡിബഞ്ചേഴ്സ് അറ്റ് 100 ഈച്ച്. കണ്ടോ, ഇതാണ് ഈ 2 lakhs വരുന്ന കണക്ക്. ഓക്കെ, ക്ലിയർ. അപ്പൊ അവിടെ അതാണ് വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ജേർണൽ എൻട്രീസ് വിട്ടുകളയരുത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Okay, for a new investor, investing in debentures of a company is more attractive than investing in shares. എന്താ പറയുന്നത്? For a new investor, പുതിയൊരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റിംഗ് ഇൻ ഡിബഞ്ചേഴ്സ് ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ഡിബഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മോർ അട്രാക്റ്റീവ് ദാൻ ഇൻവെസ്റ്റിംഗ് ഇൻ ഷെയർസ്. ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലും അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഇഷ്യൂയിങ് ഇൻ ഡിബഞ്ചേഴ്സ് ഓഫ് എ കമ്പനിയാണ്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ, ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നുള്ളതാണ്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് ഇതേപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വിവരിക്കൂ, ജസ്റ്റിഫൈ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? യെസ്, ബിക്കോസ് റെഗുലർ ഇൻട്രസ്റ്റ്, കൃത്യമായ സ്ഥിരമായിട്ടുള്ള റെഗുലർ ഇൻട്രസ്റ്റ് കിട്ടും. ഒന്ന്. ദെൻ ലോ റിസ്ക്, റിസ്ക് ഇസ് എ ഫാക്ടർ അല്ലെ, റിസ്ക് അവിടെ എന്താണ്? കുറവാണ്. ദെൻ റീകൂപ്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്, അതേപോലെ തന്നെ എന്താണ്? റീകൂപ്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് മറ്റൊരു ഫാക്ടർ ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? റെഗുലർ ഇൻട്രസ്റ്റ്, ലോ റിസ്ക്, റീകൂപ്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ ആണോ പറഞ്ഞത്? യെസ്. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. യെസ്, റൈറ്റ് എനി 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. എടാ, ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കിയപ്പോഴും കണ്ട ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിന്റെ 2 ഒബ്ജക്റ്റീവ്സ് എഴുതാനായിട്ട്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് നോക്കാം. To assess the current profitability and operational efficiency of the firm. ഫേമിന്റെ കറണ്ട് പ്രോഫിറ്റബിലിറ്റീസും അതേപോലെ തന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസിയും അറിയാനായിട്ട് സഹായിക്കുന്നു. To ascertain the relative importance of different components of the financial position of a firm. It ascertain the relative importance of different components. Different components in the relative importance in സഹായിക്കുന്നു. To identify the reason for change in profitability and financial position of the firm. ഫേമിന്റെ ഫിനാൻഷ്യൽ പൊസിഷനും അതേപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയുടെയും റീസൺ ഫോർ ചേഞ്ച് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. ടു ജഡ്ജ് ദ എബിലിറ്റി ഓഫ് ദ ഫേം ടു റീപേ ഇറ്റ്സ് ഡെപ്റ്റ്. എത്രത്തോളം ബാധ്യത തിരിച്ചടയ്ക്കാനുള്ള കഴിവ് ഫേമിന് ഉണ്ട് എന്നുള്ളത് ജഡ്ജ് ചെയ്യാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളൊരു 4 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഈ 4 പഠിച്ചേക്കാം. ദെൻ ഇതിലും സിംപ്ലസ്റ്റ് ഫോം ആയിട്ട് നിങ്ങൾക്ക് എനി അതർ സോഴ്സസ് ഉണ്ടെങ്കിൽ അത് പഠിക്കാം കേട്ടോ. യെസ്, അത് നോക്കാടാ. ക്ലാസിഫൈ ദ ഫോളോയിങ് ഐറ്റംസ് ആസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇത് എല്ലാ പ്രാവശ്യവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആട്ടോ. ഫിനാൻസിങ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഓപ്പറേഷണൽ ആക്ടിവിറ്റി തുടങ്ങിയതിൽ നിന്നെല്ലാം കുറേ കാര്യങ്ങൾ തന്നിട്ട് നിങ്ങളോട് തിരിച്ചറിയാനായിട്ട് ചോദിക്കും. തിരിച്ചറിയാൻ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയുടെ ഒരു എക്സാമ്പിൾ എഴുതാം, അല്ലെങ്കിൽ ഈ താഴെ പറയുന്നതിൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിക്ക് എക്സാമ്പിൾ ഏതാണ്? ഫൈൻഡ് ദി ഓഡ് വൺ. ചിലപ്പോൾ അതൊരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിരിക്കും, ബാക്കിയെല്ലാം വേറെ ഫിനാൻസിങ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഇവിടെ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിന് കാണാറുള്ളതാണ്. സോ ഡിവിഡൻഡ് റിസീവ്ഡ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ വരുന്നതാണ് ഡിവിഡൻഡ് റിസീവ്ഡും പർച്ചേസിംഗ് ഓഫ് എ മെഷീനറി. ഒരു മെഷീനറി ഫേമിലേക്ക് ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി തുടങ്ങിയ അസറ്റ്സ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻവെസ്റ്റിംഗ് അല്ലേ. ദെൻ ഫിനാൻസിംഗ് ആണെങ്കിലോ ഇൻട്രസ്റ്റ് പെയ്ഡും റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചേഴ്സിന്റെ റിഡംഷൻ, ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന പേയ്മെന്റ്, ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? ഫിനാൻസിങ് ആക്ടിവിറ്റിക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചവർ കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും. പഠിക്കാനുള്ളവർ വിട്ടുകളയരുത്. വേഗം തന്നെ ബുക്ക് എടുത്തിട്ട് ഈ ഇൻവെസ്റ്റിങ്ങും ഫിനാൻസിങ്ങും ഒന്ന് പഠിച്ചേക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. നോക്കാം. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ഗാലക്സി ലിമിറ്റഡ് റിസോൾവ് ദാറ്റ് ദ 2000 ഇക്വിറ്റി ഷെയർസ്, 2000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് ബി ഫോർഫീറ്റഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ ഓഫ് ₹3 പെർ ഷെയർ. അപ്പൊ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഔട്ട് ഓഫ് ദീസ് ഷെയർസ് 1500 ഷെയർസ് വർ റീഇഷ്യൂഡ്. കണ്ടോ, ഇതിലെ 1500 ഷെയർസ് എന്ത് ചെയ്തു? റീഇഷ്യൂ ചെയ്തു അറ്റ് 6 പെർ ഷെയർ. ഒരു ഷെയറിന് 6 രൂപ വീതം. ഗീവ് നെസസറി ജേർണൽ എൻട്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്?
ഫസ്റ്റ് വൺ നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാ പറയുന്നത് 2000 ഷെയർസ് അറ്റ് 10 ഈച്ച് ആണ് 20,000 ആണ് അല്ലെ. ഇതിൽ ഷെയർ ഫോർഫീറ്റഡ് 14,000 ആണ് വരുന്നത്. ആൻഡ് ദ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ആയിട്ട് 6,000 തന്നെ വരും. ദെൻ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 2 ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെബിറ്റ് 6,000 ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത എൻട്രി വരുന്നത്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ റിസർവ് 4,500. ഷെയർ ഫോർഫീറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ് നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് 4,500 രൂപയാണ് കേട്ടോ. ഇത്രയാണ് ഇവിടെ വരുന്ന ഓരോ ജേണൽ എൻട്രീസും. ഗാലക്സി ലിമിറ്റഡിന്റെ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്തത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് പല ക്ലാസ്സുകളായിട്ടും പല വീഡിയോസ് ഒക്കെ ആയിട്ട്. സോ അതൊക്കെ നന്നായിട്ടൊന്ന് ചെയ്ത് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ മക്കളെ, അടുത്തതാണ് മാച്ച് ദ ഫോളോയിങ്. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോൾ ഇൻ അഡ്വാൻസ്, കോൾ ഇൻ അരിയേഴ്സ്. ഇവിടെ അസറ്റ് ഏതാണ്, ഡിമാൻഡ് ബൈ ദ കമ്പനി ഏതാണ്, ലയബിലിറ്റി ഏതാണെന്നുള്ളത് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കോൾസ് ഇൻ അരിയേഴ്സ്, ഏതാണ് അഡ്വാൻസ്, ഏതാണ് കോൾ ഏതാണെന്നുള്ളത് വേഗം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ യെസ്, നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ വരുന്നത് കോൾ ഈസ് ദ ഡിമാൻഡ് ബൈ ദ കമ്പനി അല്ലെ, അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. കോൾസ് ഇൻ അഡ്വാൻസ് ആണെങ്കിലോ ഇറ്റ്സ് ലയബിലിറ്റി ആൻഡ് കോൾസ് ഇൻ അരിയേഴ്സ് ആണെങ്കിൽ ഇറ്റ്സ് അസറ്റ്സ് കേട്ടോ. അങ്ങനെയാണ് നേരെ മാച്ച് ദ ഫോളോയിങ് വരുന്നത്. പഠിച്ചേക്കാം. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ വെരി 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 ഇമ്പോർട്ടന്റ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളോട് ജേർണൽ എൻട്രി എഴുതാനായിട്ട് ഉറപ്പായിട്ടും ചോദിക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്? അരവിന്ദ് ലിമിറ്റഡ് പർച്ചേസ്ഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വർത്ത് ഓഫ് ₹10 lakh ഫ്രം മേഘ ലിമിറ്റഡ് ബൈ ഇഷ്യൂയിങ് ഷെയർസ് ഓഫ് 100 ഈച്ച്. കണ്ടോ, ഇവിടെ പറയുന്നുണ്ട് അരവിന്ദ് ലിമിറ്റഡ് പർച്ചേസ്ഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് പർച്ചേസ് ചെയ്യുന്നത് ഓഫ് ₹10 lakh. എവിടെ നിന്നാണ്? മേഘ ലിമിറ്റഡിൽ കയ്യിൽ നിന്ന്. ബൈ ഇഷ്യൂയിങ് 100 shares of 100 each. Write the journal entries for the same if the issue is as follows. At par ആണെങ്കിലും at premium of 25% ആണെങ്കിലും എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അറ്റ് പാർ ആണെങ്കിൽ എങ്ങനെ വരും? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മേഘ ലിമിറ്റഡ്. കാരണം എന്താ, ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പർച്ചേസ് ചെയ്തു 10 lakh rupees. നമുക്ക് ചേഞ്ച് ഒന്നുമില്ല. സെക്കൻഡ് കേസ് പ്രീമിയത്തിലാണെങ്കിൽ അതിൽ ചേഞ്ച് ഒന്നുമില്ല. ഇനി മേഘ ലിമിറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതാണ് അവിടെ നമ്മൾ പാറിലാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, അറ്റ് പ്രീമിയം ഓഫ് 25% പറയുമ്പോൾ മേഘ ലിമിറ്റഡ് ഷെയർ ക്യാപിറ്റൽ ദെൻ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എന്നുള്ള രീതിയിൽ ഈ 1 lakhന്റെ 25% പോയി കഴിഞ്ഞ് ബാക്കി 8 lakh എവിടെയിലേക്ക് പോവുള്ളൂ? ഷെയർ ക്യാപിറ്റലിലേക്ക് പോവുള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ അതാണ് അവിടെ വരുന്ന ചേഞ്ച്. ഇവിടെ ആ ഒരു ഡിഫറൻസ് നമുക്ക് വരും, പാർ ആണെങ്കിലും പ്രീമിയം ആണെങ്കിലും വരുന്ന ഡിഫറൻസ്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇതേപോലത്തെ ഒരു ജേർണൽ എൻട്രി എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങളോട് അറ്റ് പാർ അറ്റ് പ്രീമിയം ആണെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ 3 ഒബ്ജക്റ്റീവ്സ് ഏതാണാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസിന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു അല്ലെ. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ഇക്കണോമിക് റിസോഴ്സസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസിന്റെ ഇക്കണോമിക് റിസോഴ്സസിനെ കുറിച്ചും ഒബ്ലിഗേഷൻസിനെ കുറിച്ചും ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. ബിസിനസിന്റെ ഏർണിംഗ് കപ്പാസിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദി ക്യാഷ് ഫ്ലോസിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എ കമ്പനിയിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ള 3 ഒബ്ജക്റ്റീവ്സ്. ഓക്കെ ആണോ? യെസ്. ഇവനാണ് ആ ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? കറണ്ട് റേഷ്യോ. ഇവിടെ നിങ്ങളോട് നേരെ തിരിച്ച് ക്വസ്റ്റ്യനിൽ കറണ്ട് റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. 3.5 ആണ് കറണ്ട് റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ 90,000 ആണ്. കാൽക്കുലേറ്റ് ദ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലൈബിലിറ്റി. നോർമലി കുറച്ച് കറണ്ട് അസറ്റ്സ് തരും, കുറച്ച് കറണ്ട് ലൈബിലിറ്റീസ് തരും. എന്നിട്ട് നിങ്ങളോട് എന്ത് പറയും? കറണ്ട് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാൻ പറയും. അപ്പൊ നമുക്കറിയാം കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി ആണെന്നുള്ള അല്ലെ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കറണ്ട് റേഷ്യോ 3:5 എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കറണ്ട് അസറ്റ്സിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റീസ് കുറയ്ക്കുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ ഇവിടെ നമ്മളോട് കറണ്ട് ലൈബിലിറ്റീസോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. വർക്കിംഗ് ക്യാപിറ്റൽ 90,000 ആണെന്ന് തന്നിട്ടുണ്ട്. കറണ്ട് റേഷ്യോ 3.5 ആണെന്നും അല്ലെ. യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് ലൈബിലിറ്റീസ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നോക്കാം. 90,000 3.5 that is equal to 36,000 നമുക്കിവിടെ കിട്ടും. ഓക്കെ,
ഈ കറണ്ട് അസറ്റ്സിന്റെ 3.5 ഇൻറ്റു എന്ത് ചെയ്താൽ മതി 36,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അസറ്റ്സ് കിട്ടും 1,26,000 കേട്ടോ. 1,26,000 രൂപയാണ് കറണ്ട് അസറ്റ്സ് വരുന്നത്. ക്ലിയർ? കറണ്ട് അസറ്റ്സ് നമുക്ക് അവിടെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാമിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കറണ്ട് റേഷ്യോ കമ്പ്യൂട്ടേഷൻ ഒക്കെ ആയിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ ഇതേപോലെ കറണ്ട് റേഷ്യോ തന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യു ഹാവ് ടു കമ്പ്യൂട്ട് ദ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ 2 ലക്ഷം ആണ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ് 50,000 രൂപ, ദെൻ ഇൻക്രീസ് ഇൻ ട്രേഡ് റിസീവബിൾ, ഇൻക്രീസ് ഇൻ ട്രേഡ് പേയബിൾ. അപ്പൊ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് വരുന്നത് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ്? നമുക്കറിയാം എങ്ങനെയാണ്. ആദ്യം നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് കൂട്ടാ, ദെൻ പ്രോഫിറ്റ് കിട്ടിയ ലാഭം കുറയ്ക്കുമ്പോൾ 6,50,000 രൂപ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനോട് കൂടി ട്രേഡ് റിസീവബിൾസ് കുറയ്ക്കാം. അപ്പൊ എത്ര കിട്ടി? 6,10,000 കിട്ടി. ഇതിനോടുകൂടി ഇൻക്രീസ് ഇൻ ട്രേഡ് പേയബിൾസ് കൂട്ടാം. ദെൻ ഫൈനലി നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്നുള്ള ഫൈനൽ ആൻസർ കിട്ടും. ഇതിന്റെ ഫോർമാറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആരെങ്കിലും ആ ഫോർമാറ്റ് നോക്കാനുണ്ട് എങ്കിൽ കൃത്യമായിട്ട് ആ ഫോർമാറ്റ് ഒരു 2 to 3 ടൈംസ് എഴുതി പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ബൊക്ക ജൂനിയേഴ്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 2,500 equity shares of 10 each at a premium of 1 per share, payable as on 3 on application, 3 രൂപ application, 5 including premium on allotment and balance on first and final call. അപ്പോൾ 5, 3 ബാക്കി ബാലൻസ് വരുന്നത് 10 ബാക്കി ബാലൻസ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആണോ പറഞ്ഞിരിക്കുന്നത്. കമ്പനി റിസീവ്ഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫോർ ₹3,000 ഷെയർസ്, 3000 ഷെയർസിന്റെ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തു. എക്സസ് ആപ്ലിക്കേഷൻ മണി വാസ് റീഫണ്ടഡ്. എക്സസ് ആപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യും എന്നാ പറഞ്ഞിരിക്കുന്നത്? റീഫണ്ട് ചെയ്യും. ഓൾ സംസ് ഡ്യൂസ് ഓൺ കോൾസ് ആൻഡ് അലോട്ട്മെന്റ്സ് ആർ റിസീവ്ഡ്. റെക്കോർഡ് ദ ട്രാൻസാക്ഷൻസ് ഓൺ ദ ജേർണൽസ് ഓഫ് ബൊക്ക ജൂനിയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും എൻട്രി വരുന്നത്? ആദ്യം ഷെയർ ആപ്ലിക്കേഷൻ 3000 ഷെയർസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ 3 രൂപയാണ്. സോ 3000 × 3 എന്നുള്ള രീതിയിൽ 9,000 rupees നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടി. ഇനി ഷെയർ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്? നമ്മൾ ഷെയർ ക്യാപിറ്റൽ, ഷെയർ ബാങ്ക്, ഷെയർ ക്യാപിറ്റലും അലോട്ട്മെന്റും ആയിട്ട് നമ്മൾ തിരിച്ചു അല്ലെ. അപ്പൊ നോക്കാം, ഷെയർ ആപ്ലിക്കേഷൻ വരുന്ന 9,000, അത് ഷെയർ ക്യാപിറ്റൽ 7,500, 1,500 ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ ഷെയർ അലോട്ട്മെന്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഷെയർ അലോട്ട്മെന്റ് ഇൻക്ലൂഡിംഗ് ദ ഫസ്റ്റ് ഇൻക്ലൂഡിംഗ് പ്രീമിയം ഓൺ അലോട്ട്മെന്റ് ആൻഡ് ദ ബാലൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 5 ആണ്. അപ്പൊ എത്ര വരും? ഷെയർ ക്യാപിറ്റൽ ആയിട്ട് 10,000 rupees, ഷെയർ പ്രീമിയം റിസർവ് ആയിട്ട് 12,500, ഓൾ ടുഗദർ 12,500 നമ്മൾ നേരെ ഷെയർ അലോട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ്. കഴിഞ്ഞിട്ടില്ല. അവിടെ നമുക്ക് ഫസ്റ്റ് കോൾ ഫൈനൽ കോൾ വരെ എഴുതണം. ദെൻ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് നേരെ 12,500 കാണിക്കുക. ദെൻ ഷെയർ ഫസ്റ്റ് കോൾ ഓർ ഫൈനൽ കോൾ നമുക്ക് ഇതേപോലെ എഴുതാം. 7,500 വീതം ഫസ്റ്റ് കോൾ ഫൈനൽ കോൾ ബാലൻസ് എമൗണ്ട് ആണല്ലോ. അപ്പൊ അതേ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫൈനൽ കോൾ എഴുതി നമുക്ക് ജേർണൽ എൻട്രീസ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ 5, 3, 6, 7, 8, 9, 10 2 രൂപയാണ് ബാക്കി വരുന്ന ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾസിലായിട്ട് പോകുന്നത് കേട്ടോ. ആ കാര്യം ഒന്ന് നോട്ട് ചെയ്തേക്കാം. ക്ലിയർ ആണല്ലോ? അപ്പൊ അത്രയാണ് ജേർണൽ എൻട്രി വരുന്നത്. അപ്പൊ ഇതും നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നന്നായിട്ട് നോക്കിയിട്ട് പോവാ കേട്ടോ. ഇനി അടുത്ത് നോക്കാം. കാൽക്കുലേറ്റ് ദ ഫോളോയിങ് റേഷ്യോസ്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് താഴെ പറയുന്ന റേഷ്യോസ് കമ്പ്യൂട്ട് ചെയ്യാനാണ്. നോക്കാം, കറന്റ് റേഷ്യോ ഉണ്ട്, ആസിഡ് റേഷ്യോ ഉണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ട്. കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. കറന്റ് അസറ്റ്സ്, കറന്റ് ലയബിലിറ്റീസ്, ഇൻവെന്ററി, റവന്യൂ ഫ്രം ഓപ്പറേഷൻ, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഇത്രയും ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ കറന്റ് റേഷ്യോ കാണുന്ന ഇക്വേഷൻ കറന്റ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ് അല്ലെ. നേരെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 35,000 17,500 ഡിവൈഡ് ചെയ്യുമ്പോൾ 2:1 കിട്ടും. ദെൻ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്താ ഇക്വേഷൻ? ക്വിക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ് ആണ് അല്ലെ. അപ്പൊ ഓൾറെഡി കറന്റ് ലയബിലിറ്റീസ് ഒരു 35,000 രൂപയുണ്ട്. അതിൽ നിന്ന് ഈ ഇൻവെന്ററി ആയിട്ടുള്ള 15,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്വിക്ക് അസറ്റ് കിട്ടും. ദാറ്റ് ഈസ് 20,000 ഡിവൈഡഡ് ബൈ 17,500 1.14:1 എന്നുള്ള റേഷ്യോയിലേക്ക് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. എത്രയാണോ ഗ്രോസ് പ്രോഫിറ്റ് 30,000 ആണ്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ 60,000 ആണ്. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. then എത്രയാണ് വരുന്നത്? 50% കേട്ടോ. 50% ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ വരുന്നത്. എത്രയാണ്? 50% is the
ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എമൗണ്ട്. ഓക്കെ ആണേ. അപ്പൊ ഇത്രയാണ് ഇതേപോലത്തെ വളരെ ചെറിയൊരു ഇൻഫർമേഷൻ തന്നിട്ട് നിങ്ങളോട് അതിൽ നിന്ന് കറന്റ്, ആസിഡ്, ദെൻ ഗ്രോസ് ആ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ക്യുക്ക് അസറ്റ് ആണ് കേട്ടോ, മാറിപ്പോവരുത്. കറണ്ട് അസറ്റ് എടുക്കരുത്, പകരം ക്യുക്ക് അസറ്റ്സ് വേണം കൺസിഡർ ചെയ്യാൻ. ഓക്കെ അല്ലേ? യെസ്. ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് കേട്ടോ. കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് തന്നെയാണ് എക്സാംസിന് എപ്പോഴും ചോദിക്കാറും. നോക്കാം, ഇവിടെ നിങ്ങളോട് മാർച്ച് 2020 and 21 ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് കേട്ടോ. ഇക്വിറ്റി, ലയബിലിറ്റി, ദെൻ ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ്, സർപ്ലസ്, കറണ്ട് ലയബിലിറ്റി. അസറ്റ്സിലേക്ക് വരുമ്പോൾ ഫിക്സ്ഡ് അസറ്റ്, കറണ്ട് അസറ്റ്സ് തുടങ്ങിയ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ, you have to prepare a common size balance sheet of Alpha Limited from the following information. താഴെ തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ നിന്ന്, ഈ ഇൻഫോർമേഷൻസിൽ നിന്ന് ആൽഫ ലിമിറ്റഡിന്റെ ഒരു കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദാ അബ്സല്യൂട്ട് എമൗണ്ട് ഉണ്ട്, പെർസെന്റേജ് ഓഫ് ടോട്ടൽ ഉണ്ട്. ഇത്രയേ ഉള്ളൂ അല്ലേ നമുക്ക് അവിടെ. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയാവുന്ന കാര്യമാണ് അബ്സല്യൂട്ട് എമൗണ്ടും അതേപോലെ തന്നെ പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇവിടെ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന ഓരോ എമൗണ്ട്സും 20 lakh, 22 തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ നേരത്തെ പിടിച്ച് ഓരോന്നും നേരെ 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 എഴുതാം. ഏത് ആ ഫോർമാറ്റിൽ തന്നെ എഴുതിക്കോളൂ കേട്ടോ. അപ്പൊ ഇവിടെ 4,50,000 ആണ്, ഇവിടെ 28, 12 lakh, 31, 19, 40 lakh, 50 lakh എന്നുള്ള രീതിയിലേക്ക് വരും. ടോട്ടൽ പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി, 20,000 by 40 lakh ചെയ്യുമ്പോൾ ഇവിടെ 50%, അതിന്റെ ടോട്ടൽ ആയിട്ട് ഇത് നേരെ എടുക്കാം കേട്ടോ. ഓക്കെ, ഈ 50 lakhും 40 lakhും ടോട്ടൽ എടുത്തിട്ട് അതിനെ പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, 20,000 അല്ലെങ്കിൽ 2 lakh by 40 lakh into 100 ചെയ്യുമ്പോൾ നമുക്ക് ആ എമൗണ്ട് കിട്ടും. ദെൻ 20%, 30%, ഇവിടെ വരുമ്പോൾ 28 lakh by 40 into 100, 70% വരും. നേരെ ഇവിടെ ആണെങ്കിലോ മാറും, 22 by 50 into 100, 10 by 50 into 100, 18 by 50 into 100 എന്നുള്ള രീതിയിൽ എഴുതാം കേട്ടോ. അപ്പൊ വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഈസി ആയിട്ട് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ. ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് പോയേക്കണം. ആകെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഇടയുള്ളത് ഷെയർസിന്റെയും ഡിബഞ്ചേഴ്സ്, പാറ്, പ്രീമിയം തുടങ്ങിയ കാര്യങ്ങളിൽ ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഏരിയ നന്നായിട്ട് ഇരുന്ന് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കുക. ദെൻ ഈ ജേണൽ എൻട്രീസ് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എഴുതി തന്നെ പഠിക്കാം. ദെൻ ഈ കോമൺ സൈസ് വിട്ടുകളയരുത്, നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, എസ് എ ആയിട്ട് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതും കൂടിയാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻ ഷോർട്ട് ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളൊന്ന് എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ പഠിക്കാൻ എടുക്കുമ്പോഴും അത് തന്നെയാണ്, ആ ഒരു രീതിയിൽ വേണം കവർ ചെയ്യാൻ. കോമൺ സൈസിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ചെയ്യിപ്പിച്ചുവെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ദെൻ റേഷ്യോ കമ്പ്യൂട്ടേഷൻ, റേഷ്യോയുടെ ഇക്വേഷൻ എഴുതി തന്നെ റേഷ്യോ കമ്പ്യൂട്ടേഷൻ പഠിക്കാം. ദെൻ അതേപോലെ ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതെല്ലാം നന്നായിട്ട് എഴുതി നോക്കുക കേട്ടോ. ദെൻ ഈ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ്, ഓരോ റേഷ്യോ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. റേഷ്യോ കമ്പ്യൂട്ടേഷൻ ഇമ്പോർട്ടന്റ് ആണ്. തിയറി പ്ലസ് പ്രോബ്ലംസ് ഒരേപോലെ ചോദിച്ചതായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും അല്ലെ. അപ്പൊ രണ്ടും നന്നായിട്ട് എഴുതി പഠിക്കുക. ജേണൽ എൻട്രീസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ റിലാക്സ് ആയിട്ട് ഹാപ്പി ആയിട്ട് പോയിട്ട് എക്സാം എഴുതാം. ഓക്കെ, യെസ്. അപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഒക്കെ നന്നായിട്ട് കവർ ചെയ്തോളൂ. ഓൾ ദ വെരി ബെസ്റ്റ്.